നാസർ ഫൈസ് കൂടത്തായൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഒരു മാസം 1.5 മാസം 2 മാസം കൂടുമ്പോഴത്തേന് എവിടെയെങ്കിലും ഒരു പിന്നെ കാളിപ്പട്ടം ചാർത്തുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക. അതിന് മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ മുഴുവൻ വശീകരിച്ച് പിടിച്ചിട്ട് പല ഫിത്തനും ഫസാദും പറഞ്ഞുണ്ടാക്കിയിട്ട് പരിപാടിയിലേക്ക് ക്ഷണിക്കുക. ഓരോടന്നെ പള്ളിക്കത്തെ ഖത്തീബിനെ കൊണ്ടുവരണമെന്ന് പറയാം, മുക്കറിനെ കൊണ്ടുവരണമെന്ന് പറയാം, മദ്രസയിലെ സദർമാലിമ്യങ്ങളെ കൊണ്ടുവരണമെന്ന് പറയാം. എന്നിട്ട് പാവം സാധുക്കൾ ഇതൊക്കെ പാണക്കാട് തങ്ങന്മാരെ ഖാദിയാക്കണ സദസ്സല്ലെന്നും പറഞ്ഞിട്ട് നല്ല ബുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി അതിലേക്ക് ചെല്ലുക. എന്നിട്ട് കാലിൻ്റെ ഹുക്കുമും അതുപോലെ തന്നെ കാലിൻ്റെ തെഹക്കീമിൻ്റെ പരിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മഹലിനെ ഉത്ബുദ്ധരാക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അപ്പം വേഗം കിട്ടിയ ചാൻസിൽ സമസ്തനെ കൊട്ടാൻ വേണ്ടി വരിക, സമസ്തൻ്റെ ആലിമ്യങ്ങളെ കൊട്ടാൻ വേണ്ടി വരിക. അപ്പം ഇരിക്കുന്ന ആളുകളിലേക്ക് ഒന്നും കൂടിയും ഫിറ്റായിട്ട് ഈ വിഷയം കയറണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ പാണക്കാട് വിരോധം പ്രസംഗിക്കലാണ്. ആരെ പാണക്കാട് വിരോധം പ്രസംഗിച്ചത്? ചരിത്രത്തില് സമസ്തന്റെ മുഷാവറ അംഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ കഴിഞ്ഞ കാലത്ത് നാസർ ഫൈസി പറഞ്ഞ പോലെ, നാസർ ഫൈസി എന്താ പറയുക, പത്രക്കാർക്ക് കൊടുത്ത മറ്റേ ബെയ്റ്റ് പോലെ, അതല്ലെങ്കിൽ അയാൾ വിട്ട വോയിസ് പോലെ, അതല്ലെങ്കിൽ അയാൾ സാധിക്കൽ ഓണപ്പാട്ട് പാടിയ വീഡിയോസ് ഒന്നും വിട്ടെന്നാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ആ വീഡിയോസും കൊണ്ട് പബ്ലിക്കാക്കിയിട്ട് തങ്ങളെ മാനം കെടുത്താൻ ഒരുങ്ങിയതുപോലെ, അതുപോലെ തന്നെ കൊടുവള്ളി ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് സാധിക്കൽ തങ്ങളുടെ ഒരു വിഷയം സംബന്ധമായിട്ട് തങ്ങളെ വളരെ അപഹസിച്ച് വോയിസ് വിട്ടതുപോലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇതുപോലെ തങ്ങന്മാർക്കെതിരെ പ്രസംഗിച്ചതായിട്ടോ അല്ലെങ്കിൽ തങ്ങന്മാർക്കെതിരെ വോയിസ് വിട്ടതായിട്ടോ അല്ലെങ്കിൽ തങ്ങന്മാർക്കെതിരെ എന്താ പറയുക പറഞ്ഞതായിട്ടോ തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നിട്ട് പോകാൻ എന്ത് ചെയ്യാണ്, അവിടെ വന്ന ആളുകളെ ഒന്ന് മിനിക്കാൻ വേണ്ടിയിട്ട് പാണക്കാട് പ്രേമം, പാണക്കാട് സ്നേഹം. ഓൻ ആർക്കും ഈ പാണക്കാട് സ്നേഹം പഠിപ്പിക്കുന്നത്? ഏവിസ്ഥാനോ? ഏവിസ്ഥാനെ പാണക്കാട് സ്നേഹം പഠിപ്പിക്കണം? അതോ ഞമ്മക്കാവൻ പാണക്കാട് സ്നേഹം പഠിപ്പിക്കണത്? ഓനൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പാണക്കാട്ട് തങ്ങന്മാരെ എന്താ പറയുക അങ്ങേറ്റം സ്നേഹിച്ചതാണ്. ഓനൊക്കെ കാരലാഭത്തിന് വേണ്ടിയിട്ടാണ്. കാരലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ മുമ്പ് പാർട്ടിനെ കൃത്യമായിട്ട് ആക്ഷേപിച്ചൊരു വ്യക്തിയാണ്. കൃത്യമായിട്ട് ആക്ഷേപിച്ചൊരു വ്യക്തിയാണ്. പല നിലക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അവൻ പാണക്കാട് പ്രേമം പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലേ ഓനക്ക് ക്ലിക്കാകാൻ സാധിക്കുള്ളൂ. കാരണം എന്തുകൊണ്ട്? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പരിപാടിക്കും എന്ത് ചെയ്യുന്നില്ല, സമസ്തന്റെ പ്രവർത്തകർ വിളിക്കുന്നില്ല. അത് സമസ്തന്റെ സർക്കുലർ ഉണ്ടായിട്ടൊന്നുമല്ല. സമസ്തന്റെ ആലിമീങ്ങളും സമസ്തന്റെ പ്രവർത്തകരുടെ നെഞ്ചിന്ന് എന്ത് ചെയ്തു, ഈ കൗമ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ തീരുമാനം അനുസരിക്കാതെ പോയ വ്യക്തികളെ എന്ത് ചെയ്തു, പറിച്ചാണ് മാറ്റി. അതോടുകൂടി തന്നെ ഓൾക്ക് വേദികൾ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഓൾ എന്ത് ചെയ്യാണ്, പാർട്ടിനെ കൂട്ടിപ്പിടിക്കുകയാണ്. പാർട്ടിക്കാരൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, പാർട്ടിക്കാരൊന്ന് മനസ്സിലാക്കണം. ഇവർക്ക് നിത്യജീവിതം കഴിഞ്ഞു പോകാൻ സമൂഹത്തിന്റെ മുതൽ നക്കാൻ കിട്ടാണ്ടായ സമയത്ത് ഇനി പാർട്ടിയിലൂടെങ്കിലും 4 പരിപാടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യണത്, ഈ പാണക്കാട് സ്നേഹം പറഞ്ഞിട്ട് മഹലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, കാരണന്മാർ തമ്മിൽ തെറ്റിക്കുന്നത്. പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ആലിമീങ്ങളും കാരണന്മാരും ഒരുമിച്ച് പോകുന്ന ഈ സംവിധാനത്തിനെ തകർക്കുന്ന ഇവരാണ്, ഈ ചോട്ട പ്രസംഗന്മാരാണ്. നാസർ ഫൈസി കൂടത്തായിക്ക് എന്താ തിരിയാ? ഓനൊരു ഫീലും ഫാലും തിരിയോ? ഓനക്ക് മര്യാദക്ക് നെഹവിന്റെ കായിക അനുസരിച്ച് ഒരു കിതാബ് അർത്ഥം വെക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരു 10 കുട്ടികളെ വെച്ച് ദർസ് നടത്തിയതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ? എന്നിട്ട് ഏവി ഉസ്താദ് സമസ്തന്റെ കേന്ദ്ര മുഷാവറയാണ്, മാത്രമല്ല മുദ്രിസാണ്, തഹക്കീക്കുള്ള പണ്ഡിതനാണ്. എന്നിട്ട് ആ ഏവി ഉസ്താദിനാണ് തിമിരം ബാധിച്ചത്, കൽബിന് തിമിരം ബാധിച്ചു. കണ്യത്ത് ഉസ്താദിനെ പറ്റിയിട്ടും ഒരു കാലത്ത് ഒരു കൗമ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ആര്? ഒരു കറാത്ത് പോലും ചെയ്യാത്ത കണ്യത്ത് ഉസ്താദിനെ പറ്റി ഒരു കൗമ പറഞ്ഞത് എന്തിനാണ്? അത്തും പിത്തോനെ കണ്യത്ത് ഉസ്താദിനെ എന്ന് അല്ലേ? ആ ഒരു ശൈലിയിലേക്കല്ല ഇവർ മാറുന്നത്, ആ ഒരു സ്വഭാവത്തിലേക്കല്ല ഇവർ മാറുന്നത്. ഇവിടെ നിലവിൽ എന്താ പ്രശ്നം? ഇവിടെ ലീഗും സമസ്തയും തമ്മിലൊരു പ്രശ്നമില്ല. അത് ഇവനെ പോലത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏത് സമുദായത്തിന്റെ സമ്പത്ത് വേദികളിൽ ഒരു ഘോരം പ്രസംഗിച്ചിട്ട് സമുദായത്തിന്റെ സമ്പത്ത് കൊണ്ട് കുടുംബജീവിതം നയിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ആ ഒരു വേദി കിട്ടാതിരുന്നപ്പോൾ രാഷ്ട്രീയക്കാരെ വേദി കിട്ടണം. അതിനെന്ത് ചെയ്യുക, മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പബ്ലിക്കാക്കുക. ഇവിടെ അതല്ലല്ലോ പ്രശ്നം, പച്ചയായ സത്യമല്ല ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത്. ഇവിടെ CIC സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന സംഗതിയല്ലേ. അത് സമസ്ത ഒഴിവാക്കിയതാണ്. സമസ്ത ഒഴിവാക്കിയതിനെ താങ്ങുന്നതല്ല ഇവിടെ പ്രശ്നം. ഇത് തീരാത്ത ആൾക്കാരാണോ?
ഇത് തിരിയാത്ത ആൾക്കാരാണോ പൊതുജനം എന്നാണോ ഇപ്പം മനസ്സിലാക്കുന്നത്? അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകം മൊത്തം പോലെ കൈവെള്ളയിലാണെന്ന് ഓർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും പൊട്ടമായ ധാരണയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ബാംഗ്ലൂർ സമ്മേളനമാണെങ്കിലും കോഴിക്കോട് SK7 35ാം വാർഷിക സമ്മേളനമാണെങ്കിലും ജാരിയ ഫണ്ട് ആണെങ്കിലും സുപ്രഭാതത്തിന്റെ 12ാം വാർഷികം 11ാം വാർഷികമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയി. ഇനി 12ാം വാർഷികത നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ്? ഇവര് പറയല്ലോ എല്ലാ വോയിസിലും 4 ഷജറ 4 ഷജറ 4 ഷജറാണ്. 4 അല്ല, 40 അല്ല, 40,000 അല്ല, 4 ലക്ഷത്തിലപ്പുറം അണികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആൾക്കാരുണ്ട്. അത് ഓനക്ക് മനസ്സിലാക്കണില്ല. അത് ഓരോ പ്രദേശത്തും ഉണ്ട്, ഓരോ ജില്ലയിലും ഉണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് ഓൻ എന്ത് ചെയ്യുക? ഓനെ പോലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഓൾക്ക് വേദി കിട്ടണമെങ്കിൽ അങ്ങനെ വേണം, ഓൾക്ക് പ്രസംഗിക്കാൻ ഇട കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. ഇതൊന്നും സാധാരണക്കാർ മറക്കാൻ പാടില്ല. സാധാരണക്കാർ പ്രവർത്തകർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇതൊന്നും മറക്കാൻ പാടില്ല. ഓന്റെ പഴയ കാലത്തെ ക്ലിപ്പുകളൊക്കെ ഓല് കൃത്യമായിട്ടൊന്ന് കേൾക്കണം. അങ്ങനത്തെ ഒരു ക്ലിപ്പെങ്കിലും ഈ പറഞ്ഞ AV ഉസ്താദോ അല്ലെങ്കിൽ ഉമർ ഫൈസി മുക്കൊട്ടതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ? തെളിയിക്കാൻ സാധിക്കൂല. എന്നിട്ട് ഉമർ ഫൈസി മുക്കത്തിനെയും അതുപോലെ തന്നെ AV ഉസ്താദിനും സമസ്തന്റെ കൂടെ നിന്നിട്ട് ആരൊക്കെയാണോ രംഗത്ത് വരുന്നത് ഓലൊക്കെ എന്താണ്? ഓലൊക്കെ മോശപ്പെട്ട ആൾക്കാർ. എങ്ങനെ ചെങ്ങായിമാരെ ഓല് മോശപ്പെട്ട ആൾക്കാരാവണത്? ഓല് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അനുസരിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും വേണ്ടി സമസ്തന്റെ കൂടെ നിന്നു എന്നുള്ളതല്ലേ? അതാണ് ഓല് ചെയ്ത തെറ്റ്. അത് തെറ്റായി നമുക്ക് അത് തെറ്റായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് നാസറിന്റെ 2 മുഖം, ഇരട്ട മുഖം, അത് തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. അത് തിരിച്ചറിഞ്ഞിട്ട് ശക്തമായ നിലക്ക് ഓനോട് പ്രതികരിച്ചെങ്കിൽ തന്നെ എന്താവുള്ളൂ അറിയോ? ഈ സമൂഹത്തിൽ ഈ ഭിന്നിപ്പും ഈ ഫിത്തനയും ഫസാദും അവസാനിക്കുള്ളൂ. ഇപ്പൊ ഈ വഫിയ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് പ്രസംഗിച്ച് ഘോരം പ്രസംഗിച്ച ആളല്ലേ അബ്ദുസമദ് പൂക്കോട്ടൂര്, അല്ലേ? ഇപ്പൊ എന്താ ഓമുണ്ടാത്തത്? എന്താ ഓന്റെ നാവ് ഇറങ്ങിപ്പോയത്? ഒരു വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് കൃത്യമായിട്ട് അതിന്റെ തെളിവുകളും അതിന്റെ ഡേറ്റുകളും അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്ന പ്രാസംഗികനല്ലേ ഓന്, അല്ലേ? എന്നിട്ട് മൂപ്പരനല്ലേ എന്ത് ചെയ്തത്? മലപ്പുറത്ത് വെച്ചിട്ട് ഈ വഫിയ സംബന്ധമായിട്ടുള്ള വിഷയത്തിലൊരു വിശദീകരണം നടത്തി, കൃത്യമായ വിശദീകരണം നടത്തിയത്, അല്ലേ? എന്നിട്ട് ഇപ്പൊ എന്താ മുണ്ടാത്തത്? ഇപ്പൊ ആ ആൾക്കാരെ കൂടെ ഇരിക്കാൻ വേണ്ടി തയ്യാറല്ലേ? വഫിയന്റെ സംവിധാനമായിട്ട് ഹക്കീം ഫൈസി ഇറങ്ങുന്ന ആൾക്കാരെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലേ ഇവര്, അല്ലേ? അപ്പൊ എവിടെ ആർക്കാ തെറ്റുപറ്റിയത്? അന്നും ഇന്നും എന്നും സമസ്ത ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ ജിഫിർ തങ്ങൾ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്, വഫിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താ കാരണം? അത് തറവാട് പ്രശ്നമാണോ? അല്ല. അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വ്യക്തിപരമായ പ്രശ്നമാണോ? അല്ല. സമസ്ത അതിനെപ്പറ്റി പഠിച്ചപ്പോൾ സമസ്ത അത് രൂപീകരിക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതുപോലെ കരിക്കുലത്തിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ അത് നിലവിൽ കൊണ്ടുവന്നിട്ട് ആ 9 തീരുമാനങ്ങൾ അംഗീകരിക്കണം. ആ 9 തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം. വഫിയ സംവിധാനപടം തുടർന്ന് മുന്നോട്ട് പോയിക്കോട്ടെ. സമസ്ത അതിന് നെഞ്ചേറ്റും ചെയ്യും. ഇത് അംഗീകരിക്കാൻ എന്തുകൊണ്ട് അംഗീകരിക്കണില്ല? ഇത് അംഗീകരിക്കാത്ത ആൾക്കാർക്കെതിരെ മുദ്രാവാക്യവും സമരവും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യണത്? ഓലൊക്കെ അങ്ങോട്ട് മിനുക്കിയിട്ട് വലിയ ആൾക്കാരാക്കി വെച്ചിട്ട് സമസ്തന്റെ ആലിമ്യങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ മോശക്കാരന്, അതുപോലെ തന്നെ സമസ്തന്റെ തീരുമാനം. ഇപ്പൊ നാളെ സയ്യിദുൽ ഉലമ പറഞ്ഞ സമസ്തന്റെ തീരുമാനം സമസ്ത നേതാക്കന്മാരല്ലാണ്ട് ആരാ പറയാ? സമസ്തന്റെ തീരുമാനം സയ്യിദുൽ ഉലമ അല്ലാണ്ട് വേറെ ആരാ പറയാ? കാരണം സയ്യിദുൽ ഉലമ നേതാവല്ലേ, സയ്യിദുൽ ഉലമനല്ലേ പറയേണ്ടത്. ജോയിന്റ് സെക്രട്ടറിയാണ് ആര്? മുക്കം ഉമർ ഫൈസി ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുക എന്നുള്ളത് അതൊക്കെ ഒരു പരിധി വരെ നടക്കുള്ളൂ. അതിലപ്പുറം ഒന്നും ഒരു ചുക്കും ഇവിടെ വരാൻ പോണില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ പറയുക? ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ചെറുപ്പം മുതൽ വലത്തേ കണ്ണ് സമസ്തയും ഇടത്തേ കണ്ണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ നെഞ്ചിലേറ്റ് നടക്കുകയാണ്. ഇന്ന് വരെ നമ്മളാരും എന്തായിട്ടില്ല. നമ്മളെ വരെ ഈ കണ്ട കാലം വരെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ നാസർ ഫൈസി കൂടത്തായൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് അറിയോ? ഈ ലീഗിനെതിരുള്ളതായിരിക്കുന്ന വോയിസും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ, പത്രക്കാർക്ക് ബേറ്റും കൊടുത്തിരുന്നത്, അതല്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയ ഇതല്ലേ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു അകൽച്ച മുസ്ലിം ലീഗിനോട് ഉണ്ടാകാൻ കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. മനസ്സിലായില്ലേ? അതൊക്കെ നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്, നമ്മൾ പഠിച്ച സംഗതിയാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് സ്നേഹബുദ്ധി പറയാനുള്ള എന്താണെന്നറിയോ? ഓന്റെ വാക്ക് മുഖവിലക്കെടുക്കുന്ന ആളുകള് ഈ സമാനിലെ പരമവിഡ്ഢികളാണ്. ഓന്റെ വാക്ക് മുഖവിലക്കെടുത്തിട്ട്
സമസ്തക്കെതിരെ പിന്നെ എന്താ പറയുക, സമസ്തക്കെതിരെ തിരിയുന്നവർ ഈ സമാനിലെ ഏറ്റവും വലിയ പരമവിഡ്ഢികളാണ്. കാരണം എന്തുകൊണ്ട്? അവർ ചരിത്രം പഠിക്കാത്തവരാണ്, ചരിത്രം മനസ്സിലാക്കാത്തവരാണ്. അതുപോലെ തന്നെ നാസർ ഫൈസി എന്ന് പറഞ്ഞ സാധനം ഏതാണ് എന്നുള്ളത് ഓൻ്റെ ഇരട്ട മുഖം മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. അത്രേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ.